3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ 5 ആണ്. ഇഫ് യുവർ ഫങ്ഷൻ ഇസ് 4x⁵ പ്ലസ് 2x⁴ മൈനസ് 3x² പ്ലസ് 6x പ്ലസ് 1 ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ് കേട്ടോ. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എന്നല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചെയ്ത് വരുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാറേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ റൂൾ ജസ്റ്റ് ഈ ഒരു ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ശരിക്കും ഇറ്റ് ഇസ് ലൈക്ക് d/dx ഓഫ് 4x⁵ പ്ലസ് d/dx ഓഫ് 2x⁴ മൈനസ് d/dx ഓഫ് നമുക്കെല്ലാം സ്പ്ലിറ്റ് ചെയ്യാം 3x² പ്ലസ് d/dx ഓഫ് 6x പ്ലസ് d/dx ഓഫ് 1. ഇനി നമ്മൾ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ പഠിച്ചു അല്ലേ. അത് കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ദാറ്റ് ഈസ് 4 ടൈംസ് d/dx ഓഫ് x⁵ പ്ലസ് ഇവിടെ 2 ആണ് കോൺസ്റ്റൻറ്റ്, 2 ഇൻറ്റു d/dx ഓഫ് x⁴ മൈനസ് ഇവിടെ 3 ആണ് കോൺസ്റ്റൻറ്റ്, 3 ഇൻറ്റു d/dx ഓഫ് x² പ്ലസ് 6 ആണ് കോൺസ്റ്റൻറ്റ്, 6 ഇൻറ്റു d/dx ഓഫ് എക്സ് പ്ലസ് ഇവിടെ കോൺസ്റ്റൻ്റ് ഒന്നും തന്നെ ഇല്ല, നമുക്ക് അതിനെ തന്നെ അങ്ങനെ തന്നെ ഇടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് x⁵. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് റൂൾ അനുസരിച്ച് ബ്രാക്കറ്റിലിടാം 5x⁵ മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു x⁴ 4x⁴ മൈനസ് 1 മൈനസ് 3 ഇൻറ്റു x²ൻ്റെയോ 2x⁴ മൈനസ് 1 പ്ലസ് 6 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 1 ഇസ് 0. ഇങ്ങനെയൊന്നും നമുക്ക് എക്സാമിന് എഴുതണ്ട, നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 5 ഇസ് 20, 20x⁵ മൈനസ് 1 ഇസ് 4 പ്ലസ് 2 ഇൻറ്റു 8 ഇസ് 4 ഇസ് 8, 8x⁵ മൈനസ് 3 ഇൻറ്റു 2 ഇസ് 6x അല്ലേ, 6x പ്ലസ് 6. ഇതാണ് ആൻസർ. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു തിയറം ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. സോ ദ ആൻസർ ഇസ് 20x⁴ പ്ലസ് 8x³ മൈനസ് 6x പ്ലസ് 6. So this is the first question, first example. The next one is find the derivative of y is equal to find the derivative of question number example 6 ആണ്. നോട്ട് തരുമ്പം y is equal to x³ മൈനസ് 2x² പ്ലസ് x മൈനസ് 4 ഡിവൈഡഡ് ബൈ 2√x. ഇത് നിങ്ങൾക്ക് ആക്ച്വലി കോഷ്യൻ റൂളൊക്കെ വെച്ചിട്ട് ചെയ്യാം, നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. പക്ഷേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് സം റൂളും അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റും. ഇതിനെ നമ്മൾ ഈ ഡിനോമിനേറ്റർ വെച്ച് 4നെ നമ്മൾ, അതായത് നമുക്കറിയാം a+b/c എന്ന് പറയുന്നത് സെയിം ആസ് a/c പ്ലസ് b/c. സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് ഡിനോമിനേറ്റർ അല്ലേ, കോമൺ ഡിനോമിനേറ്റർ. അപ്പോൾ അതേപോലെ നമ്മൾ ഇത് വെച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യും. സോ x³ ബൈ 2√x മൈനസ് 2x² ബൈ 2√x പ്ലസ് x ബൈ 2√x മൈനസ് 4 ബൈ 2. അപ്പോൾ സം റൂൾ വെച്ചിട്ട് ഇതിനെ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ, സം റൂൾ. നൗ ഇതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ x ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിതിനെ 1/2 ഇൻറ്റു ഇതിനെ നമുക്ക് x³ ബൈ √x എന്ന് പറഞ്ഞാൽ ആക്ച്വലി x³ ബൈ x⁴ ആണല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് a⁴m/a⁴n ഇസ് a⁴m−n അല്ലേ. അപ്പോൾ ആ ഒരു ഫോർമുല വെച്ചാൽ x⁴3 മൈനസ് 1/2 ദാറ്റ് ഈസ് x⁴ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3ന്ന് ഹാഫ് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും, 6 അല്ലേ. 6 മൈനസ് 1 5/2 ശരിയല്ലേ, 5/2. അപ്പോൾ ശരിക്കും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് 5/2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് x⁵5/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതിന് ആ എക്സിൻ്റെ എക്സ്പോണൻസ് വെച്ചിട്ട് നമ്മളതിനെ ചെയ്തിരിക്കുകയാണ്. നോ ഇറ്റ് ഈസ് മൈനസ്, ഇനി ഈ 2 ഈ 2 ക്യാൻസൽ ആവും. പിന്നെ x² ബൈ റൂട്ട്, അതും ഞാൻ ഈ പറഞ്ഞ പോലെ x² ഇൻറ്റു x⁻² മൈനസ് 1/2 എന്നാകും. അതായത് x⁻² മൈനസ് 1/2 വിച്ച് ഇസ് 3/2. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് x⁻³ എന്ന് എഴുതാം. പ്ലസ് ഇവിടെയോ x⁻1 ബൈ x⁻1/2 ദാറ്റ് ഈസ് x⁻1 മൈനസ് 1/2 x⁻, ദാറ്റ് ഈസ് √x തന്നെയാണ്, x⁻1/2 തന്നെയാണ്. x⁻1/2 മൈനസ്
4ഉം 2ഉം ക്യാൻസൽ. അപ്പോൾ 2 പിന്നെ 2/√x എന്നാണ്. അതായത് √xനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻1/2. അത് മുകളിലോട്ട് വരുമ്പം എന്താവും? മൈനസ് ആവും അല്ലേ? സോ ഇറ്റ് ഈസ് x⁻−1/2. ഇതാണ് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് dy/dx കണ്ടുപിടിക്കാം. അപ്പോൾ dy/dx എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 1/2 ഇൻറ്റു, ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം, ഞാൻ നോട്ടിൽ തരും. ഇത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. 5/2 ഇൻറ്റു x⁻5/2 - 1 മൈനസ് ഇതിൻ്റെതോ 3/2 ഇൻറ്റു x⁻3/2 - 1 പ്ലസ് ഇതിൻ്റെത് ഹാഫ് x⁻1/2 - 1 മൈനസ് 2 ഇൻറ്റു -1/2 ഇൻറ്റു x⁻1/2 - 1. ഇത് എക്സാമ്പിളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് അതൊക്കെ ചെയ്യണം. നമുക്ക് ജസ്റ്റ് ചെയ്യാം. 5/4 ഇൻറ്റു x⁻5/2 -1 പോയാൽ എന്ത് കിട്ടും? 3/2 കിട്ടും. 3/2 മൈനസ് ഇത് 3/2 ഇൻറ്റു x⁻3/2 1 പോയാൽ 1/2 പ്ലസ് അടുത്തത് ഇറ്റ് ഇസ് ഒരു 1/2 മിസ്സാണോ? ഇവിടെ ഒരു 1/2 മിസ്സിങ് ഉണ്ടല്ലേ. x/√xൻ്റെ അവിടെ 1/2. ഓക്കെ, 1/2. അപ്പോൾ 1/4 ഇൻറ്റു x⁻1/2 പ്ലസ് ഇവിടെ 2ഉം 2ഉം ക്യാൻസലാവും. സോ മൈനസും മൈനസും പ്ലസ് ആവും. സോ x⁻−3/2. ഇതാണ് ആൻസർ വരിക കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല, ഫ്രാക്ഷൻസ് വെച്ചിട്ട് ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു ആപ്ലിക്കേഷൻ ലെവൽ പോലത്തെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമ്പിൾ 7 ഞാൻ നോട്ട് തരുമ്പോൾ അതിൽ നോക്കിയാൽ മതി. എക്സാമ്പിൾ 7, ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓൺ ദ ഗ്രാഫ് f(x) is equal to x⁻4 - 2x² + 2 where the tangent is horizontal. അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ ടാൻജൻറ്റ് ഹൊറിസോണ്ടൽ ആകുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ടാൻജൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ ആവുക എന്ന് പറഞ്ഞാൽ അവിടെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ചെരിവുണ്ടാവില്ലല്ലോ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പം അവിടുത്തെ ടാൻജൻറ്റ് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലിന് സ്ലോപ്പില്ല. അപ്പോൾ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പം ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് 0 ആകുന്ന എന്നാണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ നമ്മളോട് ടാൻജൻറ്റ് ഹൊറിസോണ്ടൽ ആവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഐഡിയ വെച്ചിട്ട് എന്താണ് ടാൻജൻറ്റ് ഹൊറിസോണ്ടൽ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ലോപ്പ് 0 ആവുക എന്നുള്ളതാണ്. അപ്പോൾ സ്ലോപ്പ് നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡെറിവേറ്റീവ് അല്ലേ? ഒരു ഫംഗ്ഷൻ്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്ന ഡെറിവേറ്റീവാണ്. അപ്പോൾ സ്ലോപ്പ് 0 ആവുക എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റായ f'(x) 0 ആകുന്ന പോയിൻറ്റ്സ് ഏതാണെന്നാണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ്ലി നമ്മളോട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത് 0 ഇട്ട് അങ്ങനെയൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് വളഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത് ടാൻജൻറ്റ് ഹൊറിസോണ്ടൽ ആവുക. അപ്പോൾ ടാൻജൻറ്റ് ഹൊറിസോണ്ടൽ ആവുക എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് 0 ആവുക. പക്ഷേ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മളതിനെ മനസ്സിലാക്കണം. മാത്തമാറ്റിക്കലി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് f'(x) 0 ആകുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതാണ് നിങ്ങൾക്ക് ഉള്ള ഫസ്റ്റ് ടാസ്ക്. എന്താ ചോദിച്ചിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് മാത്തമാറ്റിക്കലി മനസ്സിലാക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്കിതാണെന്ന് മനസ്സിലായി. f'(x) 0 എന്ന പോയിൻറ്റ്സ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് f'(x) കണ്ടുപിടിക്കാം. f'(x) എന്താ? 4x³ - 4x അല്ലേ പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 4xനെ കോമൺ എടുക്കുക. 4xനെ കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 4x ഇൻറ്റു x² - 1 എന്ന് കിട്ടും അല്ലേ? ഇനി നമ്മളോട് വെച്ചിരിക്കുന്നത് ഈ f'(x) എപ്പോഴാണ് 0 ആവുന്നത്? അതായത് f'(x) 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? 4x ഇൻറ്റു x² - 1 എപ്പോഴാണ് 0 ആവുന്നത്? അപ്പോൾ അതെപ്പോഴാണ്? 2 പ്രൊഡക്റ്റ് a ഇൻറ്റു b 0 ആവുക എന്ന് പറഞ്ഞാൽ ab is 0 if a = 0 ഓർ ഏതെങ്കിലും ഒരെണ്ണം 0 ആയാൽ മതി അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ 4x 0 ആകാം, ഒന്നെങ്കിൽ 4x 0 ആകാം, അല്ലെങ്കിൽ x² - 1 0 ആകാം അല്ലേ? അപ്പോൾ 4x = 0 എന്ന് പറഞ്ഞാൽ 4ന് എന്തായാലും 0 ആകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ x ഒന്നെങ്കിൽ 0 ഓർ x² = 1. x² എപ്പോഴാണ് 1 ആവുക അല്ലേ? 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ x² 1. x² - 1 0 ആവാന്ന് പറഞ്ഞാൽ x² 1 ആവുക. അതായത് x² എപ്പോഴാണ് 1 ആവുക? x എന്ന് പറയുന്നത് +or-1. അതായത് x = 1 ഓർ x is equal to -1. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് കിട്ടി. f'(x) 0 ആകുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ x = 0, അല്ലെങ്കിൽ x = 1
ഓർ എക്സ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മളോട് ഹൊറിസോണ്ടൽ ആകുന്ന പോയിൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എക്സ് ഈക്വൽ ടു 0 ആകുമ്പം എഫ് ഓഫ് എക്സ്, അതായത് വൈ എന്താവും, എക്സിൻ്റെ വാല്യൂ മാത്രമല്ല, പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സും വൈയും വേണമല്ലോ. അപ്പം വൈ വാല്യൂ എന്ന് പറയുന്നത്, അതായത് എഫ് ഓഫ് 0, വൈ ഇസ് എഫ് ഓഫ് 0 എന്ത് വരും? അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് വേണം, അതിൽ ഫസ്റ്റത്തത് കിട്ടി 0, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ വേണേ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 മൈനസ് 2x² പ്ലസ് 2 ആണ്. അപ്പം 0 റേസ് ടു 4 മൈനസ് 2 0² പ്ലസ് 2 എന്ന് വരും അല്ലേ, വിച്ച് ഇസ് 2. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് കിട്ടി 0, 2. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ വൈ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷനിൽ എഫ് ഡാഷിലല്ല കേട്ടോ, എഫ് ഓഫ് എക്സിലാണ് കൊടുക്കേണ്ടത്, ഡെറിവേറ്റീവിലല്ല, നമ്മുടെ ഫംഗ്ഷനിലാണ് കൊടുക്കേണ്ടത്. എക്സ് 0 ആകുമ്പോൾ വൈ വാല്യൂ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് കിട്ടി, ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഇനി സെക്കൻഡത്തെ പോയിന്റിൻ്റെ എക്സ് വാല്യൂ നമുക്കറിയാം 1, അപ്പോൾ നമുക്ക് ഓൾറെഡി 1 എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് 1 അതാണ് കറസ്പോണ്ടിങ് വൈ വാല്യൂ, എഫ് ഓഫ് 1 ദാറ്റ് ഈസ് 1 റേസ് ടു 4 മൈനസ് 2 1² പ്ലസ് 2. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് 2 പ്ലസ് 2 എന്ത് കിട്ടും? ആൻസർ 1 തന്നെ അല്ലേ. അപ്പോൾ വൈ വാല്യൂ 1, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു -1. അപ്പോൾ അതിൻ്റെ എക്സ് വാല്യൂ ഓൾറെഡി നമുക്കറിയാം -1. അതിൻ്റെ വൈ വാല്യൂ കണ്ടുപിടിക്കണം. എഫ് ഓഫ് -1 -1 റേസ് ടു 4 മൈനസ് 2 ഇൻറ്റു -1² പ്ലസ് 2 ദാറ്റ് ഈസ് എല്ലാം ഈവൺ പവറാണ്. അപ്പോൾ 1 മൈനസ് 2 പ്ലസ് 2 വിച്ച് ഈസ് അഗെയിൻ 1. അപ്പോൾ അടുത്ത വൈ വാല്യൂയും കിട്ടി. അപ്പോൾ ഇതാണ് ഈ 3 പോയിൻറ്റ്സിലാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താവുന്നത്, ഹൊറിസോണ്ടൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ്സ് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരുമ്പം അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ 8 ആണ്, അത് ഞാൻ വായിക്കാം. കാർബൺ മോണോക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, അതാണ് ഒരു എക്സാമ്പിൾ. ദി പ്രൊജക്റ്റഡ് ആവറേജ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഇസ്, അതൊന്നും കണ്ട് പേടിക്കണ്ട, എഫ് ഓഫ് ടി തന്നിട്ടുണ്ട് 0.88 ടി റേസ് ടു 4 മൈനസ് 1.46 ടി ക്യൂബ് പ്ലസ് 0.7 ടി സ്ക്വയർ പ്ലസ് 2.88 ടി പ്ലസ് 293. ഒരു റിയൽ ലൈഫ് പ്രോബ്ലം ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും കിട്ടുക. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇൻറ്റീജേഴ്സ് എഴുതുന്ന പോലെ ആയിരിക്കില്ല. ഓക്കെ, ആൻഡ് ടി എന്ന് പറയുന്നത് 40 ഇയർ ഇൻറ്റർവെൽസ് ആണ് വിത്ത് ടി ഈസ് ഈക്വൽ ടു 0. അത് 40 ഇയറിലാണ് മെഷർ ചെയ്യുന്നത്. ടൈം എന്ന് പറയുന്നത് 40 ഇയർ ആണ്. അപ്പോൾ ടി ഈക്വൽ ടു 0 അങ്ങനെ കറസ്പോണ്ടിങ് ടു ദ ബിഗിനിങ്. അപ്പോൾ ടി ഈക്വൽ ടു, അതായത് തുടങ്ങുന്നത് ഏത് വർഷമെന്ന് വെച്ചാൽ 1860 പിന്നെ അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ഹൗ ഫാസ്റ്റ് വാസ് ദ പ്രൊജക്റ്റഡ് ആവറേജ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷൻ ചേഞ്ചിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ടി ഈസ് ഈക്വൽ ടു 1 ആൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ 2000, അതായത് 3.5 എന്നൊന്ന് തന്നിട്ടുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം എടുത്താൽ മതി. അതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഫാസ്റ്റ് കാർബൺ മോണോക്സൈഡ് ചേഞ്ചിങ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഹൗ ഫാസ്റ്റ് ഇറ്റ് ഈസ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നത്തിങ് ബട്ട് ദ ഡെറിവേറ്റീവ്. ആൻഡ് ഡെറിവേറ്റീവ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ടി ഈക്വൽ ടു 1ലും ടി ഈക്വൽ ടു അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. എഫ് ഡാഷ് ഓഫ് 1ഉം എഫ് ഡാഷ് ഓഫ് 3.5 ആണ് ചോദിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 ആൻഡ് ടി ഈസ് ഈക്വൽ 3. വലിയ കഥ പോലെ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചിട്ട്, അത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, അത് നിങ്ങൾ ചെയ്യണം. ഒന്നുമില്ല സംഭവം, കാൽക്കുലേറ്റർ വെച്ചങ്ങ് ചെയ്താൽ മതി. 0.0 ടി റേസ് ടു 4 എന്താ 4 ടി ക്യൂബ് മൈനസ് 1.4 അത് കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു 3t സ്ക്വയർ അങ്ങനെ. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, അത് കാൽക്കുലേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് ടി കിട്ടും. അത് കഴിഞ്ഞിട്ട് ടീൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് 1 കിട്ടും. പിന്നെ എഫ് ഡാഷ് ഓഫ് 3.5. ഓക്കെ, വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള എക്സാമ്പിളാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് ഉറപ്പിച്ചാൽ മതി. ഓക്കെ, സോ വിത്ത് ദിസ് വി ആർ വൈൻഡിങ് അപ്പ് ദ സെക്ഷൻ 2.2. ഓക്കെ, താങ്ക് യു.